അമേരിക്കയിലെ സർക്കാർ സേവനങ്ങളുടെ ഷട്ട് ഡൗൺ അവസാനിച്ചു എന്നുള്ള വാർത്തയുണ്ട്. 40-നെതിരെ 60 വോട്ടുകൾക്ക് സെനറ്റിൽ ധനാനുമതി ബിൽ പാസ്സായി എന്ന ശുഭകരമായ വാർത്ത വരുന്നു. 40 ദിവസങ്ങൾ നീണ്ടുപോയ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൗണാണ് അമേരിക്കയിൽ തീരുന്നത്. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. പി വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഇതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ സമയം കിട്ടിയോ? ചെറുതായി കാപ്പിയെ കുടിച്ചു. തിരക്കാ പിയുടെ ഒരു അനുഭവം. പറയൂ വാർത്തയിലേക്ക്. നമ്മുടെ മിനിറ്റുകൾക്ക് മുമ്പ് സംസാരിച്ച കാര്യം നടന്നിരിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു വാർത്ത പറയുമ്പോൾ അതിൽ ഒരാളും കൂടി മാറി വോട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ വാർത്തയ്ക്ക് അടിപറ്റുമായിരുന്നു. പക്ഷെ പൊതുവെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചത് ഇപ്പോൾ ഭരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റിലെ അംഗങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ 8 അംഗങ്ങളും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി എന്ന വാർത്തയാണ് വന്നിരുന്നത്. പക്ഷെ വോട്ടെടുപ്പ് നടന്നത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ്. ആ വോട്ടെടുപ്പിൽ കൃത്യം വോട്ട് 60 വോട്ട് വേണം ധനാനുമതി ബില്ല് പാസ്സാവാൻ. ഇതുവരെ 52 വോട്ട് അല്ലെങ്കിൽ 53 വോട്ടിൽ നിൽക്കുകയായിരുന്നു. ഇതിപ്പോൾ 60 വോട്ട് കൃത്യം വോട്ട് നേടി ആ ധനാനുമതി ബിൽ പാസ്സായിരിക്കുന്നു. അതോടെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടച്ചുപൂട്ടൽ ഷട്ട് ഡൗൺ അവസാനിച്ചു എന്നുള്ള വാർത്തയാണ് ഈ മിനിറ്റുകളിൽ വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ആശ്വസിക്കാൻ വകയായി. പക്ഷെ അദ്ദേഹത്തിന് പൂർണ്ണമായി ആശ്വസിക്കാൻ പറ്റില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ അടച്ചുപൂട്ടലും 7 ലക്ഷം അവിടുത്തെ സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ 40 ദിവസമായി ജോലി ചെയ്യായിരുന്നു. അവരുടെ വീടുകളിൽ പാവപ്പെട്ടവരുടെയൊക്കെ വീടുകളിലെ പ്രശ്നമാണ് ഫുഡ് സ്റ്റാമ്പ്. ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്തവർക്ക് ഫുഡ് സ്റ്റാമ്പ് കൊടുക്കുമായിരുന്നു. അത് നിലച്ചുപോയി പലരും വലിയ പ്രതിസന്ധിയിലായിരുന്നു. ആയിരക്കണക്കിന് യാത്രാ വിമാനങ്ങൾ റദ്ദാക്കി. 5000-ലേറെ വിമാനങ്ങളുടെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വളരെ വൈകിയാണ് ഓടുന്നത്. മൊത്തം അമേരിക്ക വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലെത്തിയതുപോലെ. കയ്യിൽ പണമുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതായിരുന്നു അവസ്ഥ. സെനറ്റിൽ അറിയാവുന്ന പോലെ 100 വോട്ടുകളാണുള്ളത്. അതിൽ 53 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കയ്യിലുള്ളത്. പക്ഷേ ഫിലിബസ്റ്റർ എന്ന നിയമം അനുസരിച്ച് 60 വോട്ട് കിട്ടിയാൽ പ്രതിപക്ഷത്തിൻ്റെ ഏതാനും വോട്ടുകൾ കൂടി കിട്ടിയാലേ ഇത് പാസ്സാവുകയുള്ളൂ. 14 തവണ വോട്ടെടുപ്പ് നടത്തി 40 ദിവസത്തിനുള്ളിൽ 14 തവണയും പരാജയപ്പെട്ടു. ഇപ്പോൾ അവസാനം ഇത് വിജയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അല്പം നിരാശയുണ്ട്. അവർ പറഞ്ഞത് 1 വർഷത്തേക്ക് കൂടി ഒബാമ കെയർ ആരോഗ്യ പരിരക്ഷ പാവപ്പെട്ടവർക്കും മധ്യവർഗത്തിനും കിട്ടുന്ന രീതിയിൽ അത് നീക്കണം എന്ന് നീട്ടിവെക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ട്രംപ് കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേക്കുറിച്ച് കൂടുതൽ ചർച്ചയാവാം, കൂടുതൽ വോട്ടെടുപ്പ് നടക്കാം. ട്രംപിൻ്റെ വാശി ആദ്യം നിങ്ങൾ വോട്ട് ചെയ്യുക എന്നിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ പകുതി ട്രംപിന് വിജയം, പകുതി ഡെമോക്രാറ്റിലെ ഒരു വിഭാഗത്തിന് വിജയം. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ 40 പേർ ഇപ്പോഴും എതിർത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ഇതിൽ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ഇതുമേൽ തടസ്സവാദം ഉന്നയിച്ച് എന്നാൽ പിന്നെയും ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇനി ആരെയും പിരിച്ചുവിടില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാനുള്ള ഒരു ഇതും കൂടിയും അതിൽ പറയുന്നുണ്ട്. എന്തായാലും 7 ലക്ഷം സർക്കാർ ജീവനക്കാരും അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കൊക്കെ ആശ്വാസമായി. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.